അപ്പം ഇതാണ് ട്ടോ നിങ്ങള് കമന്റിലൂടെ ഇങ്ങനെ ചോദിച്ചിനി ആ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം. കാണാൻ നല്ല മൊഞ്ചില്ലേ? ഇത് നല്ല രുചിയാണ് ട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കൊടും ചൂടിലൊക്കെ നമുക്ക് വലിയൊരു പൈസക്കൊന്നും ചെലവില്ലാതെ അതും ഒരൊറ്റ പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഇനി കുട്ടികൾക്കും വലിയവർക്കും ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത എന്നാലോ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനും കഴിക്കാനും തോന്നുന്ന അടിപൊളി ഒരു ഐസ്ക്രീമാണ് ട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പഴത്തിൻ്റെ കാര്യം പറയണേ, അത്യാവശ്യം നല്ല പഴുത്ത പഴം നോക്കിയിട്ട് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ നേന്ത്രപ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് പഴം ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രുചി നിങ്ങൾ ഐസ്ക്രീമിന് കിട്ടും. അപ്പോൾ ആ ഒരു പഴമൊക്കെ ഞാനിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട്, അതുപോലെ തന്നെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഈ ചെമ്പട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിലും ചേർക്കുക, കാരണം കോൺഫ്ലോർ ഇപ്പോൾ എല്ലാവരുടെ അടുക്കലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അരിപ്പൊടി, ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ മൈദപ്പൊടി, റവ ഒക്കെ നിങ്ങൾക്ക് ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. 2 സ്പൂൺ ആണ്, എൻ്റെ ഒരു സ്പൂൺ വലിയതായതുകൊണ്ട് ഞാൻ ഒരു 1.5 ചേർത്തിട്ടുള്ളൂ കേട്ടോ. 2 ചേർത്തിട്ടില്ല, നല്ലൊരു മധുരം നമ്മൾ ഐസ്ക്രീമിന് കിട്ടും. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കോൺഫ്ലോർ തിളക്കുമ്പോഴേക്കും പെട്ടെന്ന് കുറുകും. അതിൻ്റെ പേരിൽ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു പഞ്ചസാര, വെള്ളം ഒഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു കോൺഫ്ലോർ പെട്ടെന്ന് അടിയിൽ കട്ടായിട്ടുണ്ടാവും. അപ്പം നല്ലോണം ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒത്തിരി നേരം ഇങ്ങനെ ഒന്ന് ഇളക്കുമ്പോഴേക്കും ചൂടാവുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരും. പക്ഷെ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ട്ടോ. നന്നായിട്ടൊന്നിങ്ങനെ തിളക്കുന്ന സമയത്താണ് ഈ ഒരു പഴം നല്ലൊരു കളർ ചേഞ്ച് ഒക്കെ ആവുക. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ഇങ്ങനെ കുറുകിയിട്ട് വരും. അപ്പോൾ നല്ലോണം ഒന്ന് കുറുകിക്കോട്ടെ, അതുപോലെ തന്നെ പഴം നല്ലൊന്ന് വേവും ചെയ്തോട്ടെ. ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. നമ്മൾ ഐസ്ക്രീമിന് ഏത് ഫ്ലേവറാണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാനില എസൻസോ അല്ലെങ്കിൽ എന്താ പറയുക ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എസൻസുകളൊക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കണം. പിന്നെ പഴം നുറുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും, ഇനിയിപ്പോൾ ചീന്തിയിട്ട് നമ്മളുണ്ടല്ലോ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം, അതുപോലെ വേണമെങ്കിൽ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കറിക്ക് നുറുക്കണ പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഏതായാലും ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പഴമൊക്കെ നല്ലൊരു ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നേന്ത്രപ്പഴം നല്ലതായിട്ട് വേവിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. അതിനൊരു പച്ച കുത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിന് ആ ഒരു പച്ച ചുവ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കോൺഫ്ലോറിലിട്ട് വേവിക്കണത്. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ പൂവമ്പഴമോ അതല്ലെങ്കിൽ മൈസൂർ പഴം, റോബസ്റ്റ പഴം, അങ്ങനെ ഏത് പഴം വെച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് അതൊന്നും ഇതുപോലെ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതിയാവും. അതിൽ പഴം ഇടേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴമാകുമ്പോൾ ഒന്ന് വേവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പെട്ടെന്നൊന്ന് ചൂടാറിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്നൊന്നും വേണ്ട, നമുക്ക് സൗകര്യം പോലെയൊക്കെ ചൂടാറിയാൽ മതി. എന്നിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ഏതിലാണോ അത് കുക്ക് ചെയ്തെടുത്തത് അതിൽ തന്നെ പാത്രത്തിൽ തന്നെ വെച്ചാൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചതിൻ്റെ കാരണം എന്താ വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കണം. കാരണം ഇവിടെ ഋതു അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ഐസ്ക്രീം. അപ്പോൾ ഏതായാലും ഞാൻ ഒരു 10 മിനിറ്റൊക്കെ വെച്ചപ്പോഴേക്കും ഇത് നന്നായിട്ട് പരന്ന പാത്രവും പിന്നെ ഫാനൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറി കിട്ടിയപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഒരു മിക്സിഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. മിക്സിൻ്റെ ജാറ് നനവുണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, കാരണം ഡ്രൈ ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. പഴത്തിൻ്റെ കഷ്ണങ്ങളോ ഒന്നും ബാക്കി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ അരിഞ്ഞോട്ടെ.
ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഐസ്ക്രീം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതിനേക്കാളും തന്നെ പറയാം ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് വിപ്പ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഐസ്ക്രീം വേണം അതിനനുസരിച്ചിട്ടൊക്കെ എടുത്താൽ മതി. ഒരു അര ഗ്ലാസ് ക്രീം എടുക്കുകയാണെങ്കിലും ഒരുപാട് ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ എന്തായാലും നമുക്കൊരു ചെറിയ പാക്കറ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും വിപ്പിംഗ് ക്രീം. അത് വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ ഐസ്ക്രീം 2ഉം 3ഉം പ്രാവശ്യമൊക്കെ നമുക്ക് അര ഗ്ലാസ് വെച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. വിപ്പിംഗ് ക്രീം ചേർക്കാതെ ഒരുപാട് തരം ഐസ്ക്രീമുകൾ. പക്ഷെ അതിനൊന്നും ഇത്ര ഒരു ക്രീമി ടെക്സ്ചർ കിട്ടൂല കേട്ടോ. അപ്പോൾ ആ ഒരു ക്രീമി ടെക്സ്ചർ ഉണ്ടാവുമല്ലോ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിന്, ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് കേട്ടോ. കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ ഞാൻ 2 തുള്ളിയോളം വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ആ വാനില എസൻസ് ചേർക്കണ വീഡിയോ മാത്രമല്ല, വിപ്പിംഗ് ക്രീം കുറച്ച് വിപ്പായി പകുതിയോളം വിപ്പായി വരുന്ന സമയത്ത് നമ്മൾ ആ പഴം മിക്സിൻ്റെ ജാറിൽ അടിച്ച് വെച്ചിരുന്നല്ലോ, ആ ആ പഴച്ചാറ് ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം ആട്ടത്. അതാണ് ഇതൊരു യെല്ലോ ഷെയ്ഡൊക്കെ കാണുന്നത്. പക്ഷെ ആ ഒരു മിക്സിൻ്റെ ജാറ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് വിപ്പ് ചെയ്യണ ആ ഒരു വീഡിയോ കാണാനില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വിപ്പിംഗ് ക്രീം കുറച്ച് ബീറ്റായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴം അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി വിപ്പ് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്ചറിലാക്കി എടുക്കണം കേട്ടോ. എളുപ്പമാണ്, പെട്ടെന്ന് ആവും. പക്ഷെ ഞാൻ ആ ഒരു ക്ലിപ്പ് കാണുന്നില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വാനില എസൻസ് ഒഴിച്ചെടുക്കണമൊന്നും കാണുന്നില്ല. അപ്പോൾ വാനില എസൻസ് നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിൻ്റെ ആവശ്യമില്ല, അതിന് പഴത്തിൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതോടെ ഫ്രീസറിൽ വെച്ചാൽ തന്നെ മതിയാവും. ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാനും എല്ലാത്തിനും കൂടിയിട്ട് ഈ ഒരു പുഡിംഗ് ട്രേ എടുത്ത് അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു 5-6 മണിക്കൂറൊന്ന് ഫ്രീസറിൽ വെക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല ഐസ്ക്രീമായി സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ ശരിക്കും വെച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ ഇമ്മാരത്തെ മുതലൊന്നും നമ്മളെ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റൂല. ഫ്രിഡ്ജ് തുറക്കലും അടക്കലും ഇപ്പോൾ ഇത് തന്നെ എത്ര വട്ടം തോണ്ടി വെക്കണോ അറിയോ. തോണ്ടി 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 ഞാൻ പറഞ്ഞ അത് എനിക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളതാണ്. അവിടെ ഓവറായിട്ട് തോണ്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ കുഴിഞ്ഞു പോവും. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇതുപോലുള്ള ഐസ്ക്രീമൊക്കെ രാത്രിയിലാണ് സെറ്റ് ചെയ്ത് വെക്കൽ. എന്നാൽ പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ ആരും ശല്യം ഉണ്ടാവില്ല, എടുത്തിട്ട് കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ പകൽ ചെയ്താലുള്ള കുഴപ്പമാണത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഇപ്പം ഇങ്ങനെ വെക്കേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ചൂടത്ത് ഇതുപോലുള്ളൊരു ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളെ വയറും മനസ്സും നിറയാൻ ഇത് മാത്രം മതിയാവും. എന്താ പറയുക, ഐസ്ക്രീം അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ കോരിയിടുന്നതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറച്ച് വായിലിടുന്നുണ്ട് കേട്ടോ. കാരണം അത്രക്കൊരു ക്രീമി ടെക്സ്ചർ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ തോറ്റു പോയി ഐസ്ക്രീം അത്രക്കുമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നുകണമെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കല്. പിന്നെ നിങ്ങളെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രമല്ല, ഇപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് വിരുന്ന് വരുന്ന മക്കളൊക്കെ ഉണ്ടാവും. ഉമ്മമാരും മക്കളും എല്ലാം കൂടെ വരുമ്പോൾ ഓൽക്കൊരു വെറൈറ്റി ആയിട്ട് ഒന്ന് ആസ്വദിക്കാനും ആശ്വാസത്തോടു കൂടി കഴിക്കാനൊക്കെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലുള്ള ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും ഇഷ്ടമാണ്, നമുക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഒരൊറ്റ പഴം ചേർത്താൽ മതി. ഇനിയിപ്പോൾ പഴം വേണമെന്നില്ല, ഈ ഒരു പഴത്തിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം.
കാരണം അത്രക്കും രുചിയാണിത്. പിന്നെ എന്താ അറിയോ, നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയോളൂ കേട്ടോ. കാരണം ഇത് കുറച്ചൊക്കെ ഉണ്ടാക്കി നമുക്ക് തികയൂല. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തായാലും നിങ്ങൾ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഒരു വാനില എസൻസിന്റെ ഒരു ചെറിയൊരു കുപ്പി വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ ഒരു വേനൽക്കാലത്ത് ഒരുപാട് ഡ്രിങ്കിലേക്ക് ഒഴിക്കുക, അങ്ങനത്തെ പുഡിങ്ങിലേക്ക് ഒഴിക്കുക, ഇതുപോലുള്ള ഐസ്ക്രീമിലേക്ക് ഒഴിക്കുക, ഐസ് നമ്മൾ കുൽഫി ഉണ്ടാക്കുമല്ലോ അതൊക്കെ അതിക്കൊക്കെ ഒഴിക്കുക. അപ്പോൾ വലിയൊരു വില ഒന്നും ആവില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് നിൽക്കണത് ഇങ്ങനെ തന്നെ ഇതിൽ നിന്ന് ഓരോ കഷ്ണം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുമ്പോഴല്ല ഐസ്ക്രീമിന്റെ പലക. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന്. പിന്നെ ഉണ്ടാക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.